ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായമാണ് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. ഇന്ന് ആ ഭാഗം ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത വാക്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. അവസാനം അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ പ്രിയമുള്ളവരെ. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ തരത്തിലുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും, പൗലോസ് ഈ വിശ്വാസികളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് അവർ നിലനിൽക്കണം, അവർ കർത്താവിൽ നിലനിൽക്കണം എന്നതാണ്. ഇതാണ് അവരെക്കുറിച്ചുള്ള തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. അതിനുശേഷം ആ സഭയിലുള്ള ഒരു പ്രശ്നത്തെയാണ് താൻ അഭിസംബോധന ചെയ്യുന്നത്. അത് 2 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവതിയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരപ്പെടാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്ക് അറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചു നന്നായി. ഫിലിപ്പിരെ, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കതോനിയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യങ്ങളിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങൾ പറയുന്നു. തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നില്ല. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി, ദൈവത്തിൻ്റെ പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി. എപ്പഫ്രാദിത്തോസിൻ്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. ദൈവം ഈ വചനഭാഗം നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. കർത്താവിൽ ഏക ചിന്തയോടെ ഇരിപ്പാൻ ഞാൻ യുവതിയും സിദ്ധുകയും പ്രബോധിപ്പിക്കുന്നു. ആ സ്ത്രീകൾ ആരാണെന്ന് 3-ാം വാക്യത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നു. ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. അപ്പോൾ നമ്മളിത് തുടക്കത്തിൽ പറഞ്ഞതാണ്, ഇവർ ഒരു സാധാരണ വിശ്വാസികളല്ല, പക്വത വന്ന വിശ്വാസികളാണ്. അവർ പൗലോസിനോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരുന്നു. ഇത് പൗലോസ് പറയുകയാണ്. ഇവരുടെ ഇടയിൽ ഈ പ്രശ്നമുണ്ടായതിന് ശേഷം പണ്ട് അവരെ കൊണ്ട് പ്രയോജനമുണ്ടായിരുന്നു എന്നല്ല പറയുന്നത്. അവർ സുവിശേഷ ഘോഷണത്തിൽ എന്നോടുകൂടെ പോരാടിയിരുന്നു. അവരെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തത്. അങ്ങനെയുള്ള 2 പേരെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ അവർ അതിനു മുമ്പ് ചെയ്ത കാര്യത്തെക്കുറിച്ചൊന്നും തനിക്ക് ഒരു സംശയവുമില്ല. നമ്മൾ ചില ആളുകളൊക്കെ നമ്മുടെ കൂട്ടായ്മയിൽ വന്നിട്ട് പിന്നെ അവരവിടെ നിന്ന് പോയി വേറൊരു സഭയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയും,
അയാളൊരു കള്ളനായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു, അയാൾ ഇത്രക്കാരനായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ പൗലോസ് അങ്ങനെയൊന്നുമല്ല പറയുന്നത്, അവരെക്കുറിച്ച് വളരെ നന്നായിട്ടാണ് പറയുന്നത്. ഏഹ്, ആഹ്, ആ സ്ത്രീകൾ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് ഏകചിന്തയോടെ ഇരിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ദേ കനോട്ട് ഗെറ്റ് അലോങ്. കാര്യം അവർ സുവിശേഷം വിശ്വസിക്കുന്നവരാണ്, ഒരു സഭയിലെ അംഗങ്ങളാണ്, ഒരപ്പത്തിൻ്റെയും ഒരു പാനപാത്രത്തിൻ്റെയും അംശികളാണെന്നൊക്കെ പറഞ്ഞാലും അവരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ എന്തായിരിക്കും ആ പ്രശ്നത്തിൻ്റെ കാരണം, അല്ലെ എന്തായിരിക്കും ആ പ്രശ്നം എന്നിവിടെ പറഞ്ഞിട്ടുമില്ല. അത് അറിയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിലർ പറയുമെങ്കിലും ഞാൻ പറയുന്നത് അറിയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സഭയിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രശ്നമുണ്ടാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ കാരണം എന്താണെന്ന് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും ആ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ആ ഒരു കാരണത്തിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ മാത്രം ഈ വേദഭാഗം നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയല്ല. എന്ത് കാരണം കൊണ്ടും സഭയിലുള്ള രണ്ട് സഹോദരിമാർ തമ്മിൽ പ്രശ്നമുണ്ടായാൽ പൗലോസ് ഇവിടെ പറയുന്ന കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. അവർ ഏകചിന്തയോടെ ഇരിക്കണം. എന്തായിരിക്കും ഇവർ തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ കാരണം? പലതായിരിക്കും. ഞാനൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇതൊരു ഉപദേശ വിഷയത്തിലുള്ള വ്യത്യാസമല്ല. നിങ്ങൾ ചോദിക്കാതെ എനിക്കതെങ്ങനെ അറിയാമെന്ന്. ഈ സഭയിൽ ഉപദേശ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ പൗലോസ് അത് തീർച്ചയായിട്ടും എഴുതും. അതാണ് തൻ്റെ എല്ലാ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്തെങ്കിലും ഉപദേശ പ്രശ്നമുണ്ടെങ്കിൽ, ഇപ്പോൾ ഗലാത്യ ലേഖനത്തിൽ നമുക്കറിയാം, ഞാനതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണ്. യഹൂദ മതാനുസാരികൾ വന്ന് ന്യായപ്രമാണം പ്രമാണിച്ചാലേ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ ലഭിക്കൂ എന്ന് പഠിപ്പിച്ചു. അതിനെതിരെയാണ് പൗലോസ് ആ ലേഖനം എഴുതിയത്. അതുപോലെ നോസ്റ്റിക് തിയോളജി എന്ന് പറഞ്ഞാൽ കുറേ അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കൂ എന്ന ഉപദേശം ക്രിസ്തു സഭയിൽ പ്രവേശിച്ചതുകൊണ്ട്, അതിനോടൊപ്പം തന്നെ യഹൂദ നിയമങ്ങളും സഭയിൽ പഠിപ്പിച്ചതുകൊണ്ടാണ് കൊലേസ്യ ലേഖനം എഴുതേണ്ടി വന്നത്. ആ ലേഖനത്തിലാണ് നമ്മൾ ഫിലോസഫിയെക്കുറിച്ചൊക്കെ വായിക്കുന്നത്. ആളുകൾ ഫിലോസഫിയുടെ പുറകെ പോകുന്നു. അപ്പോൾ അതിനെ താൻ ഖണ്ഡിക്കുകയാണ്. എന്നാൽ ഫിലിപ്പി ലേഖനത്തിൽ ഇങ്ങനെയുള്ള ഒരു ഉപദേശ പ്രശ്നങ്ങളെക്കുറിച്ചും അവരോട് താൻ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊരു ഡോക്ട്രിനൽ ഡിഫറൻസ് അല്ലായിരുന്നു, ഒരു ഉപദേശപരമായ ഒരു വിഷയത്തിലല്ല ഈ രണ്ട് സ്ത്രീകൾ തമ്മിൽ പ്രശ്നമുണ്ടായത്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഇത് നമ്മുടെ ഇടയിൽ ശരിയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, രണ്ട് സഹോദരന്മാർ അല്ലെങ്കിൽ രണ്ട് സഹോദരിമാർ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ് ആളുകൾ തമ്മിലുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഒരിക്കലും ഉപദേശമല്ല. ചില കാരണങ്ങളൊക്കെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് ചിരി വന്നു. ഒരു സഭയിൽ കർത്തൃമേശയ്ക്ക് 4 കപ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് 4 അല്ല, നമുക്ക് ആൾ കൂടുതലുള്ളതുകൊണ്ട് അത് 6 ആക്കാം എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ അവിടെ വഴക്കുണ്ടായി. വേറൊരു സഭയിൽ വഴക്കുണ്ടായത്, ആ സഭയിൽ ഒരു കല്യാണം നടക്കുക. അപ്പോൾ ആ കല്യാണം നടക്കുമ്പോൾ സഭാ ഹാളിനകത്ത് ഡെക്കറേഷൻ, പൂ വെക്കണമോ വേണ്ടയോ, ഇതാണ് വിഷയം. ഇതിൻ്റെ പേരിലാണ് വഴക്ക്. ഇവിടെ വിവാഹ ജീവിതത്തെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അവർക്കൊരു വിഷയവുമില്ല. അതൊന്നും ഒരു വിഷയമല്ല. അതിൻ്റെ പേരിലൊന്നും അല്ല അവിടെ വഴക്കുണ്ടാകുന്നത്. പൂ വെക്കണമോ വേണ്ടയോ, ഇതിൻ്റെ പേരിലാണ് വഴക്ക്. ഒരേ ശരീരത്തിൻ്റെ അംശികളാണ്, ഒരേ പാനപാത്രത്തിൽ നിന്നും ഒരേ അപ്പത്തിൽ നിന്നും പങ്കെടുക്കുന്ന നമ്മൾ ഏകോദര സഹോദരന്മാരെക്കാൾ അടുത്ത ബന്ധമുള്ളവരാണ് എന്നൊക്കെയുള്ള ഉപദേശത്തിൻ്റെ പേരിലല്ല വഴക്ക്. കപ്പ് 3 വേണോ 6 വേണോ, ഇതിൻ്റെ പേരിലാണ് വഴക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പല കാര്യങ്ങളിലും നമ്മുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ബാലിശമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വഴക്കുണ്ടാക്കുന്നത്.
ഇവിടെ ഉപദേശമല്ല വിഷയം, എന്തോ ബാലിശമായ കാര്യമാണ്. അതായിരുന്നു ഈ സ്ത്രീകൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നം. ഇതിനി ഒരു മോറൽ പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു പാപം, ഒരാൾ പാപം ചെയ്തുകൊണ്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നം, അതുമല്ല. അതാണെങ്കിലും പൗലോസ് പറഞ്ഞേനെ. ഇപ്പോൾ കൊരിന്ത്യയിൽ ഉണ്ടായിരുന്ന മോറൽ ഇഷ്യൂസ്, അവർ പാപത്തിൽ ജീവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ ഏതെങ്കിലും ഒരു സഹോദരിക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം, ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുന്നു, പാപത്തിൽ ജീവിക്കുന്നു എന്നതായിരുന്നെങ്കിൽ അതും പൗലോസ് പറഞ്ഞേനെ. അതും പറഞ്ഞിട്ടില്ല. ആ കാരണവും ഇവിടെ ഇല്ല. അപ്പോൾ ഉപദേശ വിഷയമോ വിശുദ്ധ ജീവിതം സംബന്ധിച്ച ഒരു പ്രശ്നമോ ആയിരുന്നില്ല ഇത് മിക്കവാറും ഈ പ്രശ്നത്തിൻ്റെ പുറകിൽ അഹങ്കാരമായിരുന്നു, പ്രൈഡായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് 2-ാം അധ്യായത്തിൽ വിനയത്തെക്കുറിച്ച് പറഞ്ഞത്. വിനയമുള്ളവരാണെങ്കിൽ മാത്രമേ നമുക്ക് പരസ്പരം സ്നേഹിക്കുവാനും ആ യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുകയുള്ളൂ. മിക്കവാറും ഇത് പ്രൈഡാണ്, ഈ അഹങ്കാരം. ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 മാരകമായ പാപങ്ങളിലൊന്നാണ് അഹങ്കാരം. ഇനി മറ്റൊന്ന്, ഇതാണ് ഈ പ്രപഞ്ചത്തിലെ ആദ്യത്തെ പാപം. കാരണം നമുക്കറിയാം, ദൈവം ലൂസിഫറിനെ സൃഷ്ടിച്ചു. ലൂസിഫർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചീത്ത പേരായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം തിളങ്ങുന്നവൻ, ദ ഷൈനിങ് വൺ എന്നാണ്. വളരെ നല്ലൊരു പേരായിരുന്നു അത്. എന്നാൽ അവൻ സാത്താനായി തീർന്നതിൻ്റെ കാരണം തൻ്റെ ഹൃദയത്തിൽ താൻ അഹങ്കരിച്ചതാണ്. എൻ്റെ സിംഹാസനം ഞാൻ അത്യുന്നതൻ്റെ സിംഹാസനത്തിന് മേലെ വയ്ക്കും എന്ന് അവൻ ചിന്തിച്ചതേ ഉള്ളൂ, ഒന്നും ചെയ്തില്ല. ഒരു സിംഹാസനം പണിയാൻ പണിയാൻ തുടങ്ങിയില്ല. ഹൃദയത്തിൽ താൻ അഹങ്കരിച്ചത് കൊണ്ടാണ് താൻ വെട്ടേറ്റ് വീണത്. അപ്പോൾ അഹങ്കാരം എന്ന് പറയുന്നത് ആദ്യത്തെ പാപമാണെന്ന് മാത്രമല്ല, അഹങ്കാരം ഹൃദയത്തിലുള്ള ഒരു പാപമാണ്. നമുക്ക് പലരെയും നോക്കി അവനൊരു അഹങ്കാരിയാണ്, അവളൊരു അഹങ്കാരിയാണെന്ന് പറയാൻ സാധിക്കും. ചിലപ്പോൾ അവർ അഹങ്കാരികളായിരിക്കാം. പലരുടെയും അഹങ്കാരം പെരുമാറ്റത്തിലൂടെയും സംസാരത്തിലൂടെയും പുറത്തു വരുമല്ലോ. ഇനി പുറത്തു വന്നില്ലെങ്കിൽ പോലും ഹൃദയത്തിലെ അഹങ്കാരം, ഹൃദയത്തിലെ നീളം, ഇതിനെക്കുറിച്ച് സദൃശവാക്യങ്ങളിലും സങ്കീർത്തനങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്. ഹൃദയത്തിലെ അഹങ്കാരമുള്ള നോട്ടം, നിഗളമുള്ള ഹൃദയം, ഇതിനെക്കുറിച്ചൊക്കെ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഹങ്കാരമുള്ള ചിന്തയായിരിക്കും മിക്കവാറും പ്രശ്നങ്ങളുടെ കാരണം. ഇനി ഞാനതിനെ വളരെ ലളിതമായി പറയാം. നമുക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് തെളിയിക്കാൻ ഒരു വ്യഗ്രതയുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും നമ്മെ തന്നെ സ്നേഹിക്കുന്നു. അതാണ് അഹങ്കാരം. മറ്റുള്ളവരെക്കാൾ എല്ലാം എനിക്കറിവുണ്ട്, ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറയുന്നതാണ് അഹങ്കാരം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിനു വേണ്ടി ഒരു തർക്കമുണ്ടായാൽ അതൊരു വലിയ പ്രശ്നമായി മാറും. ഇതിൽ ആരും ഒഴിവായിരിക്കുന്നില്ല. അതിശ്രേഷ്ഠ ദേവദാസന്മാർ പോലും ഈ കാര്യത്തിൽ അവർക്ക് പോലും ഈ കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദേവദാസന്മാരെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ പൗലോസിനെ കുറിച്ചും ബർന്നബാസിനെ കുറിച്ചും മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അവർ തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു? ഒരു ഉപദേശ വിഷയവും അവർ തമ്മിലില്ലായിരുന്നു. പൗലോസിന് ബർന്നബാസിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് ഒരിക്കലും ഒരു സംശയം ഉണ്ടായിട്ടില്ല. എങ്ങനെ അറിയാം? പൗലോസ് പറഞ്ഞത് കേട്ടാണ് ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി എഴുതിയത്. ആ അപ്പോസ്തല പ്രവൃത്തികളിൽ ഇവർ തമ്മിലൊരു വാഗ്വാദം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതല്ലാതെ ഒരിടത്തു പോലും ബർന്നബാസിനെ കുറിച്ച് ചീത്തയായ ഒരു കാര്യം എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണ് എഴുതാതിരുന്നത്? പൗലോസിന് ബർന്നബാസിനെ കുറിച്ച് അവൻ്റെ ജീവിതത്തിലൊരു പ്രശ്നമുണ്ട്, അവൻ ആൾ ശരിയല്ലെന്ന് പറയാൻ ഒരു വിഷയവുമില്ലായിരുന്നു. പോകട്ടെ, കൊരിന്ത്യ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് എനിക്കും ബർന്നബാസിനും മാത്രമേ ഭാര്യയായ ഒരു സഹോദരിയോട് കൂടെ യാത്ര ചെയ്യാൻ അവകാശമില്ലാത്തത് എന്ന് താൻ ചോദിക്കുകയാണ്.
അപ്പോൾ അവർ തമ്മിൽ ഉപദേശ വിഷയത്തിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അവർക്ക് രണ്ടു പേർക്കും മറ്റാളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഒരു പാപവും പറയാനും ഇല്ലായിരുന്നു. എന്നാൽ അവർ തമ്മിൽ ഒരാളെക്കുറിച്ചുള്ള അഭിപ്രായത്തിലുള്ള വ്യത്യാസം. ഒരാൾ പറഞ്ഞു മാർക്ക് നല്ലവനാണ്, മാർക്ക് പ്രയോജനമുള്ളവനാണ്. മറ്റേയാളും പറഞ്ഞു മാർക്ക് പ്രയോജനമുള്ളവനാണെന്ന്. പക്ഷെ അത് പറയാൻ ഒരല്പം വൈകിപ്പോയി. അതായിരുന്നു അവർ തമ്മിലുള്ള പ്രശ്നം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ആരായാലും അവരുടെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയ ദേവദാസന്മാരുടെ കാര്യത്തിൽ പോലും ഉണ്ടാകും. അപ്പോൾ പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയണോ? അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം അഹങ്കാരം കൊണ്ടുണ്ടാകാം. പിന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടാകാം. ഒരാൾ ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്തപ്പോൾ എന്തുകൊണ്ടായിരിക്കും അയാൾ അത് പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ പെരുമാറിയത് എന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവും. നമുക്കുണ്ടാകുന്ന ആ ധാരണ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യല, പോയി ചോദിക്കുകയോ അതുകൊണ്ടാണോ സഹോദരൻ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയില്ല. നമ്മൾ തന്നെ അങ്ങ് തീരുമാനിക്കുക അയാൾക്ക് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ പെരുമാറിയത് എന്ന് നമ്മളങ്ങ് തീരുമാനിക്കുക. അപ്പോൾ അതൊരു മുൻവിധിയായി. ഇത് തുടക്കത്തിൽ തന്നെ എടുത്തു കളയാവുന്ന പ്രശ്നമാണ്. നമുക്ക് അയാൾക്ക് അങ്ങനെ ഒരു ധാരണയിലാണോ അയാൾ അത് ചെയ്തത് എന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അയാളോട് പോയി ചോദിച്ച ആ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും അദ്ദേഹം അതൊന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ യാതൊരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ചില തെറ്റായ ധാരണകൾ കൊണ്ട് നമ്മൾ ആളുകളെ വിധിക്കും. അവരെക്കുറിച്ച് നമുക്ക് മുൻവിധി ഉണ്ടാവും. ഇത് സഭയിലുള്ള സഹോദരിമാർ തമ്മിൽ പ്രശ്നമുണ്ടാകാൻ കാരണം ആകും. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടുണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടെ എന്താണ് യഥാർത്ഥത്തിലുള്ള കാരണം. ഇതൊക്കെ നമ്മുടെ ഇടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്കൊരാളെക്കുറിച്ച് സംശയം തോന്നിയാൽ റോമലേഖനം 14-ാം അധ്യായത്തിൽ അടുത്ത വിഷയം നമുക്കറിയാം. നമുക്ക് കൃത്യമായി ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത, ദൈവവചനം പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങളിൽ ചിലർക്ക് ചില കൺവിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. റോമർ 14:1 മുതൽ ഞാൻ വായിക്കുന്നു. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. മറ്റൊരുത്തൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനനത്രേ. അവൻ നിൽക്കും താനും. അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഒരുവൻ ഒരു ദിവസത്തേക്കാൾ വേറൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ദിവസത്തെ ആചരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ആളുകൾക്ക് ആത്മീയ കാര്യങ്ങളിൽ ചില കൺവിക്ഷൻസ് ഒക്കെ ഉണ്ട്. ആ കൺവിക്ഷൻസിന് വ്യത്യാസം, ചില ധാരണകൾ അതിന് വ്യത്യാസമുണ്ട്. എന്നാൽ അവർ ആ ധാരണയ്ക്കനുസരിച്ച് ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്, പൗലോസ് ഇവിടെ പറയുന്നത്, അവർ കർത്താവിനായി ചെയ്യുന്നു എന്നാണ്. കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഒരു വ്യക്തി വിഗ്രഹാർപ്പിതം ചെയ്ത ഇറച്ചി വിൽക്കുന്ന കടയിൽ നിന്ന് ഇറച്ചി വാങ്ങാത്തത്. അയാളുടെ ഒരു കൺവിക്ഷനാണത്. അയാൾ അത് ചെയ്യുന്നത് എന്തിനാ? അയാൾ ദൈവത്തെ സ്നേഹിക്കുന്നുകൊണ്ടാണ്. പൗലോസ് അതുപോലെ തന്നെ പറയുന്ന വേറൊരു കാര്യം, ചില ആളുകൾ ഈ വിഗ്രഹാർപ്പിതമായ ഇറച്ചി വിൽക്കുന്ന കടയിൽ നിന്നും തന്നെ ഇറച്ചി മേടിച്ച് ഭക്ഷിക്കും. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അവർ പറയുന്നത്, സഹോദര, ഒരു ദൈവമേ ഈ ലോകത്തുള്ളൂ, ഏക സത്യ ദൈവം, ആ ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. മറ്റുള്ള വിഗ്രഹങ്ങളെല്ലാം അതൊന്നും ദൈവമല്ല, അത് വെറും കല്ലും മണ്ണുമാണെന്ന് അതുകൊണ്ടാണ് എനിക്കത് ഒരു പേടിയില്ലാതെ ഞാനത് കഴിക്കുന്നത്. ഇപ്പോൾ എന്താ പറയുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഈ രണ്ട് കൂട്ടരും കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ തരത്തിൽ പെരുമാറുന്നത്. എന്നാൽ രണ്ടുപേരും
ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിപരീതമായ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത് ഈ രണ്ട് കൂട്ടരും, ഈ കഴിക്കുന്നയാൾ അവനൊരു ബലഹീന സഹോദരൻ, അവൻ അതുകൊണ്ടാണ് ഇറച്ചി കഴിക്കാത്തത് എന്ന് പറഞ്ഞ് അവനെ ധിക്കരിക്കരുത്. അതുപോലെ തന്നെ ഈ ഇറച്ചി കഴിക്കാത്ത സഹോദരൻ അയാൾ ഇറച്ചി കഴിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് വിധിക്കരുത്. ഇനി ഒരു കാര്യം കൂടെ താൻ പറയുന്നുണ്ട്. ഇപ്പം എനിക്കൊരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ഇറച്ചി തിന്നുന്നത് ശരിയല്ല, ഇറച്ചി തിന്നെന്ന് പറഞ്ഞാൽ വിഗ്രഹാർപ്പിതമായ ഇറച്ചി തിന്നുന്നത് ശരിയല്ല എന്ന് എനിക്കൊരു ധാരണയുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ച് പെരുമാറുക. അത് നമ്മൾ ആ ഇറച്ചി തിന്നാത്തവനെ അവനെ മാനസാന്തരപ്പെടുത്തി ഇറച്ചി തിന്നുന്നവനാക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നേരെ തിരിച്ചും ഇറച്ചി തിന്നുന്ന ഒരാളെ അത് ഇനി ഇറച്ചി തിന്നരുതെന്ന് പറഞ്ഞ് അയാളെ ഈ കൂട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അയാളെ മാനസാന്തരപ്പെടുത്തി ഇറച്ചി തീറ്റിക്കേണ്ട കാര്യവും ഇറച്ചി തീറ്റിക്കാതിരിക്കേണ്ട കാര്യവും ഇല്ല. ഓരോരുത്തരുടെ കൺവിക്ഷൻ അനുസരിച്ച് അവർ ചെയ്യട്ടെ. ഇതിവിടെ പറയുന്നതിൻ്റെ കാരണം ഇതൊരു അടിസ്ഥാന ഉപദേശ വിഷയമല്ല, അതുകൊണ്ടാണ്. സംശയ വിചാരമാണ്. എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം ആരെക്കുറിച്ചെങ്കിലും തോന്നിയാൽ ഉടൻ തന്നെ നമുക്കൊരു സംശയമില്ല, അങ്ങ് വിധിക്കുകയാണ് ആ ആൾ ശരിയല്ല, അയാൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ പെരുമാറിയത് എന്ന് പറഞ്ഞ് വിധിക്കരുത്. ഇത് ബൈബിളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ഈ പരസ്പരം വിധിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഞാൻ ആർക്കും ഒരു ഇടർച്ച വരുത്താതിരിക്കേണ്ടത് ഞാൻ ഇറച്ചിയേ കഴിക്കുന്നില്ല. ഇത് എവിടെ നിന്ന് മേടിച്ചതാണെന്നൊന്ന് ചോദിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അത് ഒന്നും കഴിക്കുന്നില്ല, കാരണം ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അങ്ങനെ ഇരിക്കുന്ന പൗലോസിന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാമായിരുന്നു ഇറച്ചി തിന്നാതിരിക്കുന്നതാണ് നല്ലതെന്ന്. താനത് പറഞ്ഞില്ല, വിധിക്കരുതെന്നാണ് താൻ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ വളരെയധികം സഹായിക്കും. നമ്മൾ എന്തിനു വേണ്ടിയാണ് വഴക്കുണ്ടാക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഒരു വാഗ്വാദം ഉണ്ടാക്കുന്നത്? എനിക്കറിഞ്ഞുകൂടാ നിങ്ങളിൽ ആർക്കൊക്കെ ഈ ബോക്സിങ്ങിനെ കുറിച്ച് പരിചയമുണ്ടെന്ന്. പ്രൊഫഷണൽ ബോക്സിങ്ങിലുള്ള ആളുകൾ, അവർക്ക് കോച്ച് ഉണ്ട്. അപ്പോൾ അവരുടെ കോച്ചും മാനേജരുമാണ് അവർ ആരോടാണ് ഫൈറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുക. അതിനൊരു കാരണമുണ്ട്. പ്രൊഫഷണൽ ബോക്സിങ്, നമ്മുടെ മൈക്ക് ടൈസനെയൊക്കെ അറിയാമല്ലോ, അത് വളരെയധികം ശാരീരികമായ അധ്വാനം വേണം. മാത്രമല്ല ഒരു 10-12 റൗണ്ട് 14 റൗണ്ടൊക്കെ ഒരു ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോഴത്തേന് ആൾ വളരെയധികം പരിക്കേൽക്കും, ക്ഷീണിക്കും, ശാരീരികമായ ഒരുപാട് ക്ഷതമേൽക്കും. അപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് ഈ ഫൈറ്റ് നടത്തുമ്പോൾ അതിന് യോഗ്യരായ ആളുകളോട് വേണം ഫൈറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു പ്രൊഫഷണൽ ബോക്സറുടെ കോച്ചിൻ്റെയും മാനേജറുടെയും ജോലി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവരാണ് ഇവരാരോടാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഫൈറ്റാണ് ഇവർ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അത് വളരെ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവരുടെ കരിയർ നശിച്ചു പോകും. അവർ അനാവശ്യമായി പല ഫൈറ്റുകളിലും പോയി അവരുടെ എനർജിയും അവരുടെ ഊർജവും സമയവും അവർ കളയും. ഇത് ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയവും ഊർജവും ചെലവഴിക്കരുത്. നമ്മൾ ആലോചിക്കണം, ഞാൻ ദൈവത്തിന് വേണ്ടിയാണോ യുദ്ധം ചെയ്യുന്നത്? എൻ്റെ ഈ ഫൈറ്റ്, അല്ലെങ്കിൽ എൻ്റെ ഈ വാദം, ഞാൻ ഈ കാര്യത്തിൽ ഇങ്ങനെ വാദിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഏറ്റുമുട്ടാൻ പോകുന്നത് ദൈവത്തിന് വേണ്ടിയാണോ? അതോ എൻ്റെ സ്വന്തം ഭാഗം, എൻ്റെ വാദം ജയിക്കണം എന്ന ഒരു ചിന്തയിലാണോ? അപ്പോൾ ഇത് നമ്മുടെ ഇടയിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും. ഇനി ഇവർ തമ്മിലുള്ള പ്രശ്നം അതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്താണ് പ്രശ്നമെന്നും നമുക്കറിഞ്ഞുകൂടാ. ഇവർ തമ്മിൽ പ്രശ്നമുണ്ടെന്നേ നമുക്കറിയാവുള്ളൂ. പക്ഷേ പൗലോസ് പറയുന്നത് ഇത് ഒരു പ്രയോറിറ്റിയാണ്. ഇവർ തന്നെ ഈ പ്രശ്നം തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന് ഒരാളുടെ സഹായം നിങ്ങൾ തേടണം. ഇവിടെ സാക്ഷാൽ ഇണയാളിയായുള്ളവേ എന്ന് പറയുന്ന ആ വാക്ക്, അത് എനിക്ക് തോന്നുന്നത് പിന്നീട് വരും.
പക്ഷെ ഇത് പ്രയോറിറ്റി ആണെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് മത്തായി സുവിശേഷത്തിൽ നിന്നുള്ള ഈ വാക്യം ഞാൻ എടുത്തത്. മത്തായി സുവിശേഷം, അതായത് പർവ്വത പ്രസംഗത്തിൽ, സെർമൺ ഓൺ ദ മൗണ്ട്, അതിൽ കർത്താവ് പറയുന്നത്, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു കൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. അപ്പോൾ ആരാധനയല്ല പ്രധാനം. ആരാധന എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ആരാധനയ്ക്കല്ല. പിന്നെ എന്തിനാണ്? നിന്റെ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് ഓർമ്മ വന്നാൽ. അപ്പോൾ ഇവിടെ ഒരു സഹോദരന് താങ്കൾ എന്തോ തെറ്റ് ചെയ്തു എന്ന ഒരു സംശയമുണ്ട്. അത് അങ്ങനെ ഒരു സംശയം ഉള്ളത് കൊണ്ട് അയാൾ നിന്നോട് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പെരുമാറുന്നത്. അപ്പോൾ ഈ കാര്യം നിനക്ക് ഓർമ്മ വന്നാൽ, നിങ്ങൾക്ക് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യത്തിലൊന്നും നിങ്ങൾക്ക് കൺവിക്ഷൻ ഇല്ല എങ്കിലും ആ സഹോദരൻ എന്നോടെന്തോ പ്രശ്നമുണ്ട് എന്ന് ഓർമ്മ വന്നാൽ പോയി അവരോട് നിരന്നു കൊള്ളണം. അതിന് ശേഷം വേണം യാഗം കഴിക്കാൻ. ഇവിടെ ആ സഹോദരൻ വിചാരിക്കുന്നത് നിങ്ങൾ തെറ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ പറയാം, അയാളല്ലേ ഞാൻ തെറ്റ് ചെയ്തു വിചാരിക്കുന്നത്, അയാൾ വരട്ടെ, അയാൾ വന്ന് എന്നോട് ചോദിക്കട്ടെ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. കർത്താവ് പറഞ്ഞു അങ്ങനെയല്ല, നിങ്ങൾ ആദ്യം പോയി അവനെ കാണണം. മനസ്സിലായോ? യു ഹാവ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ്. പോയി അവനോട് പോയി കണ്ട് അവനുമായിട്ട് നിരന്നതിന് ശേഷം വഴിപാട് കഴിക്കാം. ഇനി മത്തായി സുവിശേഷം 18-ാം അധ്യായം, അവിടെ നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ, ഇവിടെ അതിൻ്റെ നേരെ വിപരീതമാണ്. 5-ാം അധ്യായത്തിൽ നീ പിഴച്ചു എന്ന് നിന്റെ സഹോദരൻ ചിന്തിക്കുന്നു. 18-ാം അധ്യായത്തിൽ നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചു, അത് നിനക്കറിയാം, അവനൊരു തെറ്റ് ചെയ്തു എന്ന് നിനക്ക് അറിയാം. അപ്പം എന്ത് ചെയ്യണം? അവനല്ലേ തെറ്റ് ചെയ്തു, അവൻ എൻ്റെ അടുത്ത് വരട്ടെ എന്ന് പറയുന്നതിന് പകരം നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാക്കേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. ഞാൻ വളരെ ദുഃഖത്തോടെ പറയട്ടെ, ഇത് വളരെ വ്യക്തമായി നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു പ്രിൻസിപ്പിളാണ്. ഒരു സഹോദരൻ നിങ്ങളോട് ഒരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആദ്യം പോയി നീയും ആ സഹോദരനും മാത്രമുള്ളപ്പോൾ, വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവന് കുറ്റം ബോധം വരുത്തുക. ഇംഗ്ലീഷിൽ ആ സിൻ എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ആ സഹോദരൻ ഒരു തെറ്റ് ചെയ്തു, ഒരു പാപം ചെയ്തു എന്നാണ്. അതാണ് നിങ്ങളുടെ ചിന്താഗതി. നിങ്ങൾ ഈ കാര്യവുമായി ആ സഹോദരൻ്റെ അടുത്ത് ചെന്ന്, ആ സഹോദരൻ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറിയത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ തന്നെ പോയി പറയുക. ഇങ്ങനെ പറയുമ്പോൾ 2 പോസിബിലിറ്റീസ് ഉണ്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റും. ഒന്നാമത്തെ പോസിബിലിറ്റി, അയാൾ പറയും, സഹോദരൻ ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പെരുമാറിയത് ഇന്ന കാര്യം കൊണ്ടാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. നമ്മുടെ ബാബുച്ചാൻ ജോൺ കുര്യൻ ഒരിക്കൽ അദ്ദേഹം എറണാകുളത്ത് എവിടെ വെച്ച് ഉണ്ടായ ഒരു സംഭവമാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരു സഭയിൽ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ OMൻ്റെ മറ്റൊരു ടീം വന്നു. ആ ടീം വന്ന് അവരവിടെ എന്തൊക്കെയോ കുറേ ആളുകൾ ആ സദസ്സിൽ ഉണ്ടായിരുന്നു. അവരുടെ ടീമിലുള്ള ആളുകൾ തന്നെ സദസ്സിലുണ്ടായിരുന്നു. മറ്റുള്ളവർ അവിടെ നിന്ന് ടെസ്റ്റ് മണി പറയുകയോ പ്രസംഗിക്കുകയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു സഹോദരൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറകിലിരുന്ന് 2 പേർ, അതിലൊരാൾ ഈ മീറ്റിംഗ് നടക്കുന്ന സമയം മുഴുവൻ അടുത്തിരുന്ന ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബാബുച്ചാൻ അത് കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇവർ ഈ മിനിസ്ട്രിക്കായിട്ടൊക്കെ നടക്കുന്നവരാണല്ലോ, ഈ മീറ്റിങ്ങിന് വന്നിരുന്നു ഫുൾ ടൈം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ബാബുച്ചാന് തോന്നി. പക്ഷേ അത് കഴിഞ്ഞ് അവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായത്. അവരൊക്കെ യൂറോപ്യൻസ് ആയിരുന്നെങ്കിലും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്ന കാര്യം മനസ്സിലാകുന്നില്ല. അത്
മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ തർജ്ജമ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വാച്ചാൻ പോയി ചോദിച്ചത് കൊണ്ട് തനിക്ക് ആ കാര്യം മനസ്സിലായി. ചോദിച്ചില്ലായിരുന്നെങ്കിലോ? അവരും ഭയങ്കര അഭക്തരായ ആളുകളാണ്, യാതൊരു ദൈവഭക്തി ഇല്ലാത്തവരാണ്, വെറുതെ സുവിശേഷം പ്രസംഗിക്കാൻ നടക്കുകയാണ് എന്ന് പറയുന്നു. പക്ഷെ ഇങ്ങനെ മോശമായിട്ട് പെരുമാറാമോ എന്ന ഒരു ചിന്തയോടുകൂടി ജീവിതകാലം മുഴുവൻ അവരെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കും, അല്ലേ? അപ്പോൾ ഒരാളൊരു തെറ്റ് ചെയ്തു എന്ന് നമുക്ക് തോന്നിയാൽ ആ ആളെ നമ്മൾ പോയി കൺഫ്രണ്ട് ചെയ്യണം. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആളുകളെ അവരുടെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുക എന്നുള്ളത് അതൊരു എംബാരസിങ് സിറ്റുവേഷനാണ്. ആരും അത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം പാപം ചെയ്തിട്ടുണ്ടോ എന്നതാണ് പ്രധാനം. ഇപ്പോൾ നിന്നോട് പിഴച്ചു എന്ന് എനിക്ക് തോന്നി. ആ സഹോദരൻ തെറ്റ് ചെയ്തോ ഇല്ലെങ്കിൽ പാപം ചെയ്തോ ഇല്ലയോ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ അയാളോട് പോയി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു നല്ല പോസിബിലിറ്റി ഉണ്ട് ഇതിന്. ആ പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ അയാൾ പാപം ചെയ്തിട്ടില്ല, അത് വെറുതെ എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ കൊണ്ട് ആ പ്രശ്നം തീർന്നു. ഇനി അല്ല, അയാൾ ഒരു തെറ്റ് ചെയ്തു, പാപം ചെയ്തു എന്നതാണ് അവിടുത്തെ വിഷയം. പാപം ചെയ്തു എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ പാപത്തെക്കുറിച്ച് അയാളോട് സംസാരിക്കണം. പക്ഷേ പലപ്പോഴും നമ്മൾ പ്രശ്നമുണ്ടാക്കുന്നത് ആ വ്യക്തി ഒരു പാപം ചെയ്തു എന്നതിൻ്റെ പേരിലല്ല, മറിച്ച് എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം അയാൾ ചെയ്തു എന്നതിൻ്റെ പേരിലാണ്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്നത്, ഒരാൾ പാപം ചെയ്തെന്ന് പറയുന്നത് അയാൾ എനിക്കിഷ്ടമില്ലാത്ത കാര്യം ചെയ്തു, അത് പാപമാണ് എന്ന് നമ്മൾ അങ്ങ് ശഠിക്കും. എനിക്കിഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും പാപമല്ല. അത് പറയാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം പാപമാണ്. പക്ഷേ എനിക്കിഷ്ടമില്ലാത്ത കാര്യമെല്ലാം പാപമല്ല. എനിക്കൊരു പക്ഷേ ചുവന്ന നിറം ഇഷ്ടമല്ലായിരിക്കും. ഒരാൾ ചുവന്ന ഷർട്ട് ഇട്ടുകൊണ്ട് വന്നാൽ അയാൾ ചെയ്ത് തെറ്റാണ്, അയാൾ എന്നോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിക്കരുത്. നമ്മൾ ഏത് കാര്യവും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, അതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവവചനപ്രകാരം അയാൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് വിധിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ പാപത്തെയാണ് നേരിടേണ്ടത്. പാപത്തെക്കുറിച്ചാണ് ആ സഹോദരന് ബോധ്യം വരുത്തേണ്ടത്. ഒരു സഹോദരനെ പാപത്തിൽ നിന്ന് പിന്തിരിച്ചാലാണ് നമ്മൾ അയാളെ നേടുന്നത്. അല്ലാതെ നിങ്ങൾ എങ്ങനെയൊക്കെ പെരുമാറുന്നോ അതുപോലെ ആ സഹോദരൻ പെരുമാറിയാൽ നിങ്ങൾ അവനെ നേടി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവന് പാപബോധം ഉണ്ടായി അവൻ ദൈവവഴിയിലേക്ക് മടങ്ങി വന്നാൽ നിങ്ങൾ അവനെ നേടി. അപ്പോൾ ഒരാളൊരു തെറ്റ് ചെയ്താൽ ആ ആളോട് വ്യക്തിപരമായി പോയി നമുക്ക് സംസാരിക്കാൻ സാധിക്കണം. ഒരു വിശ്വാസി അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ പിന്നെ ആ പാപത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയരുത്. അത് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നതിൻ്റെ വയലേഷനാണ്. കർത്താവ് ഒരിക്കലും അത് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞത് നിങ്ങൾ അവനോട് പോയി സംസാരിച്ചിട്ട് അവൻ കേട്ടില്ലെങ്കിൽ മാത്രം വേറെ 2 പേരെ കൂട്ടിക്കൊണ്ട് പോയി അവനോട് സംസാരിക്കുക. എന്നിട്ടും അവൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ സഭയോട് അറിയിക്കുക. പിന്നെ സഭയെ കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ആയിരിക്കട്ടെ എന്നാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് നമുക്ക് തോന്നിയാൽ തന്നെ നമ്മൾ അവസാനത്തെ സ്റ്റെപ്പാണ് ആദ്യം എടുക്കുന്നത്. അവസാനത്തെ അല്ല, പെനൾട്ടിമേറ്റ് സ്റ്റെപ്പ്. അവസാനത്തിന് തൊട്ട് മുമ്പുള്ള എന്താണ്? നമ്മളിതെല്ലാവരോടും പറയും. ആ സഹോദരനോട് അല്ലെങ്കിൽ ആ സഹോദരിയോട് പറയില്ല, ബാക്കി എല്ലാവരോടും പറയും. ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആരുടെയെങ്കിലും കുറ്റം പറയണമെങ്കിൽ എനിക്ക് ആ സഹോദരനോട് നേരിട്ട കാര്യം പറയാൻ പറ്റുകയില്ലെങ്കിൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ആരോടും പറയില്ല.
ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് എന്നോട് ആരെങ്കിലും വന്ന് ഒരാളുടെ കുറ്റം പറഞ്ഞാൽ ഞാൻ ചോദിക്കും, സഹോദരൻ ഇത് ആ പുള്ളിയോട് പറഞ്ഞോ? പുള്ളിയോടല്ലേ നമുക്ക് ആദ്യം പറയേണ്ടത്. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പുള്ളിയോട് നമുക്ക് പറയണ്ടേ? ഞാൻ ഇങ്ങനെ 2-3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗുണമുണ്ടായി. എന്നോട് ആളുകൾ വന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് കുറഞ്ഞു. ഇപ്പം ഇയാളോട് പറഞ്ഞാൽ പോയി ചോദിക്കാൻ പറയുമെന്ന് തോന്നിയത് ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞപ്പം മറ്റുള്ളവരുടെ കുറ്റം എന്നോട് പറയുന്നത് തീർത്തും ഇല്ലാതായെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് കുറഞ്ഞു. അപ്പോൾ അതൊരു നല്ല പ്രാക്ടീസാണ്. നമ്മളത് ചെയ്യുക, നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്യണം. അതായത് മറ്റുള്ളവരുടെ കുറ്റം അവരോട് പറയാതെ മറ്റുള്ളവരോട് പറയുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇനി വേറൊരു കാര്യം, ഇത് ഒരു പ്രയോറിറ്റി ആണെന്ന് പറയുന്നതിൻ്റെ വേറൊരു കാരണം, ഫിലമോൻ്റെ ലേഖനത്തിൽ ഒനേസിമോസിനെ തിരിച്ച് ഫിലമോൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. എനിക്ക് പ്രാണപ്രിയനായ അവനെ, അതായത് ഒനേസിമോസിനെ, കള്ളൻ്റെ കാര്യമായി പറയുന്നത്, അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷ നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എൻ്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെയല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സിലായിരുന്നു. ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം ഒനേസിമോസ് ഫിലമോൻ്റെ അടിമയാണ്. അതുകൊണ്ടാണ് ഇവൻ ജയിലിൽ വെച്ച് എങ്ങനെയോ, റോമിൽ വെച്ച് എങ്ങനെയോ രക്ഷിക്കപ്പെട്ടു പൗലോസിൻ്റെ കൂടെയാണ്. പൗലോസ് ഇവൻ ഒരു വിശ്വാസിയായി മാറിയത് കൊണ്ട് ഫിലമോൻ്റെ അടുത്തേക്ക് അവനെ തിരിച്ചയക്കുകയാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒനേസിമോസിനെ തിരിച്ചയക്കുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. എങ്ങനെയാണെന്നറിയാമോ? 22-ാം വാക്യത്തിൽ, ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ പൗലോസ് പറയാണ്, ഞാനും അധികം താമസിക്കാതെ കൊലോസിയിൽ ഫിലമോൻ്റെ വീട്ടിൽ വരും. അപ്പം അന്നേരം ഒനേസിമോസിനെ കൊണ്ടുവന്നാൽ പോരായിരുന്നോ? ഇല്ല. പൗലോസ് പറഞ്ഞ അല്ലല്ല, നിങ്ങൾ തമ്മിലുള്ള റിക്കൺസിലിയേഷനാണ് ഏറ്റവും പ്രധാനം. അതിനാണ് പ്രയോറിറ്റി. അതാദ്യം നടക്കട്ടെ. അത് നിങ്ങൾ സ്വമനസാല ചെയ്യണം. അതായത് ഞാനുള്ളത് കൊണ്ട് ഏച്ചി കെട്ടുകയല്ല. നിങ്ങൾ യഥാർത്ഥമായി നിങ്ങൾ തമ്മിലൊരു റിക്കൺസിലിയേഷൻ ഉണ്ടാണ്. അത് എൻ്റെ പ്രഷറൊന്നും അതിന് കാരണമല്ല എന്ന് പറഞ്ഞ് പൗലോസ് ഒനേസിമോസിനെ അങ്ങോട്ട് അയക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പല പ്രശ്നങ്ങളും പല ആളുകളും തമ്മിൽ പരസ്പരമുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് ഏറ്റവും അടുത്ത ആളുകൾ, നമുക്ക് പരിചയമുള്ള ആളുകൾ, അവർ തമ്മിലുള്ള പ്രശ്നമാണ് ഏറ്റവും കഠിനം. നമുക്ക് സഭയിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. എറണാകുളത്ത് അല്ലെങ്കിൽ ബാംഗ്ലൂരുള്ള സഹോദരന്മാർക്ക് വേണ്ടി, സഭയിലുള്ളവർക്ക് വേണ്ടി ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റും. ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി, മിഷണറിമാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ പ്രശ്നം എവിടെയാണെന്നറിയോ? നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഈ ഫിലമോൻ്റെ ലേഖനത്തിലെ പ്രശ്നം. അതാണ്, ഫിലമോൻ്റെ വീട്ടിലുണ്ടായിരുന്ന ആളാണ് ഒനേസിമോസ്. അവിടെ വിശ്വസ്തനാണ്, പ്രയോജനമുള്ളവനാണെന്ന് പറഞ്ഞ് പേരൊക്കെ ഇട്ട് വെച്ചിരുന്ന അവൻ ആ വീട്ടിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് വിശ്വാസവഞ്ചന കാണിച്ചു. പൗലോസ് ഇപ്പോൾ ചോദിക്കുന്നത് അവനോട് ക്രിസ്തീയ സ്നേഹം കാണിക്കും. ഞാൻ വന്നാൽ നീ എന്നെ എങ്ങനെ കൈക്കൊള്ളും, അതുപോലെ നിനക്ക് അവനെ കൈക്കൊള്ളാൻ പറ്റൂ? കൈക്കൊള്ളണം. ബുദ്ധിമുട്ടാണ്. പക്ഷെ പൗലോസ് ഫിലമോനോട് വലിയ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ പൗലോസിൻ്റെ എഴുത്തുകളിലെല്ലാം ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നം, അത് വെറുതെ ഒരു സൂപ്പർഫിഷ്യലായിട്ട് തീർക്കുകയല്ല, മറിച്ച് ആത്മാർത്ഥമായ പ്രശ്നം പറഞ്ഞു തീർത്ത് അവർ തമ്മിൽ സ്നേഹത്തോടെ ഇരിക്കണം എന്നത് തൻ്റെ ഒരു പ്രയോറിറ്റി ആയിരുന്നു. ഇനി താൻ 3-ാം വാക്യത്തിൽ, സാക്ഷാൽ ഇണയാളിയായുള്ളവേ അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് ഭാഷയൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്, ഇണയാളി എന്ന വാക്ക് ഗ്രീക്കിൽ സിസഗസ് എന്നൊരു വാക്കാണ്. അപ്പോൾ അത് തർജിമ ചെയ്യണ്ടായിരുന്നു, അതൊരാളുടെ പേരാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. സാക്ഷാൽ ഇണയാളിയായുള്ളവേ അല്ലെങ്കിൽ
ദ കമ്പാനിയൻ എന്നാണ് സിസഗസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതൊരാളുടെ പേര്, നമുക്കറിയാമല്ലോ, ബർന്നബാസ്. ആ പേരിൻ്റെ അർത്ഥം പ്രബോധനപുത്രൻ, സൺ ഓഫ് എൻകറേജ്മെൻറ്റ് എന്നാണ്. അപ്പോൾ അതൊരു പേരാണ്. അപ്പോൾ അതുപോലെ ഒരു പേരായിരുന്നു ഇതെന്ന് കരുതുന്നവരുണ്ട്, ഒരു പക്ഷേ ആയിരിക്കാം. ഏതായാലും അയാളുടെ പേരിന് ഒത്ത സ്വഭാവമായിരുന്നു അയാൾ. അതുകൊണ്ടാണ് അയാളെക്കുറിച്ച് പറയുന്നത് സാക്ഷാൽ ഇണയാളിയായുള്ളവേ അവർക്ക് തുണ നിൽക്കണം. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള 2 പേർ തമ്മിലൊരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ പ്രശ്നത്തിന് കാരണവും അതൊക്കെ വിട്ടുകളാം. നമ്മൾ ഈ പ്രശ്നം കേട്ട് കഴിഞ്ഞ് സാധാരണ ചെയ്യുന്നത് എന്ത് ചെയ്യാനാണ് നമുക്ക് സാധാരണ തോന്നുന്നത്? സാധാരണ ഉണ്ടാകുന്നത് ആദ്യം നമ്മളോട് ആര് വന്ന് പറയുന്നോ ആ ആൾ പറയുന്നതാണ് ശരിയെന്ന് വെച്ച് നമ്മൾ ആ ആളുടെ കൂടെ കൂടും, അല്ലേ? അല്ലെങ്കിൽ മറ്റേ ആളുടെ കൂടെ കൂടും. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നമ്മൾ ചേർന്ന് നീ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞ് ഒരാൾക്ക് മാത്രം നമ്മൾ സപ്പോർട്ട് കൊടുക്കും. എന്തിനു വേണ്ടിയാ? ആ പ്രശ്നം, ആ യുദ്ധത്തിൽ ഒരാൾ ജയിക്കണം, അതാണ് ആ വഴക്കിൽ അയാളുടെ കൂടെ നിന്ന് അയാൾ ജയിക്കണം എന്നതാണ് സാധാരണ മാനുഷികമായി നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഈ ഇണയാളിയായുള്ള ഈ ആളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നീ അവരെ സഹായിക്കണം, ഹെൽപ്പ് ദം. നീ അവർക്ക് തുണ നിൽക്കണം, അവരിൽ ഒരാൾക്ക് തുണ നിൽക്കണം എന്നല്ല. ഹെൽപ്പ് ദം, നോട്ട് വൺ ഓഫ് ദം. ഇത് നമ്മുടെ ഒരു സ്വഭാവമായിരിക്കണം. 2 പേർ തമ്മിൽ പ്രശ്നമുണ്ടായാൽ സ്വാഭാവികം, ഒരാൾ ചിലപ്പോൾ തെറ്റ് ചെയ്ത് കാണും, ഒരാളുടെ ഭാഗത്തായിരിക്കും കൂടുതൽ തെറ്റ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ 2 മക്കൾ തമ്മിൽ വഴക്കുണ്ടായി, അതിൽ ഒരാൾ തെറ്റുകാരനാണ്, ഒരാളാണ് ഈ പ്രശ്നത്തിൻ്റെ പ്രധാന കാരണം. അതുകൊണ്ട് നമ്മൾ അവനെ അങ്ങ് സപ്പോർട്ട് ചെയ്തിട്ട് മറ്റവനെ പുറത്താക്കുമോ? ചെയ്യല്ല. എന്തുകൊണ്ടാ? അവൻ എന്ത് തെറ്റ് ചെയ്താലും അവൻ എൻ്റെ മകനാ അല്ലെങ്കിൽ എൻ്റെ മകളാ. പൗലോസ് അങ്ങനെയാണ് ആളുകളെ കണ്ടിരുന്നത്. ഫിലിപ്പിയിലുള്ള എല്ലാ വിശ്വാസികളും, ആത്മീയരായ വിശ്വാസികളും അത്ര ആത്മീയരല്ലാത്ത വിശ്വാസികളും ഒക്കെ എൻ്റെ മക്കളാണ്. കൊരിന്ത്യരോട് താൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അനേക ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയല്ല, ഞാൻ തന്നെ നിങ്ങളുടെ പിതാവ്, അല്ലേ? ആത്മീയ പിതാവെന്ന് പൗലോസിന് മാത്രമേ കൊരിന്ത്യരോട് പറയാൻ സാധിക്കുമായിരുന്നുള്ളൂ. അത് തന്നെ ഫിലിപ്പിയിൽ ശരിയാണ്. അപ്പോൾ പൗലോസ് പറയുന്നത് ഈ 2 സഹോദരിമാർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരാളായിരിക്കും ഇതിനകത്ത് കൂടുതൽ തെറ്റ് ചെയ്തത് എന്ന് സാധ്യതയുണ്ട്. പക്ഷേ ഈ ഇണയാളിയായുള്ളവരോട് പറയുന്നത് നീ അവർക്ക് തുണ നിൽക്കുക എന്ന് വെച്ചാൽ 2 പേരും തമ്മിൽ ഉള്ള പ്രശ്നം ഒരാൾ ജയിച്ചു എന്ന് നിലയിൽ തീർക്കുകയല്ല, മറിച്ച് 2 പേരും തമ്മിൽ സ്നേഹത്തോടെ ഐക്യമത്യപ്പെട്ട് ഏകചിന്തയോടെ ജീവിക്കാൻ സാധിക്കണം. എന്നാലേ നിങ്ങളുടെ സഭയിൽ ഐക്യം ഉണ്ടാവുകയുള്ളൂ. ചില ആളുകൾ പറയാറുണ്ട് 2ാം ലോകമഹായുദ്ധത്തിൻ്റെ കാരണം 1ാം ലോകമഹായുദ്ധമാണെന്ന്. കാരണം 1ാം ലോകമഹായുദ്ധത്തിൽ തോറ്റവരോട് ജയിച്ചവർ ഒരു കരുണയും കാണിച്ചില്ല. അവരെ പരാജയപ്പെടുത്തി, നാണം കെടുത്തി, ഹ്യൂമിലിയേറ്റ് ചെയ്തു. അവരെയും അവരുടെ ആളുകളെയും ഹ്യൂമിലിയേറ്റ് ചെയ്തു. അതിൽ നിന്നുണ്ടായ വാശിയാണ് 2ാം ലോകമഹായുദ്ധത്തിന് കാരണം എന്ന് പറയാറുണ്ട്. അപ്പോൾ സഭയിലെ പ്രശ്നം തീർക്കുമ്പോഴും ഈ കാര്യം ഓർക്കുക, ഇവർ തമ്മിൽ ഐക്യമത്യപ്പെട്ട് ഏകചിന്തയോടെ ഇരിക്കുവാൻ അവർക്ക് സാധിച്ചില്ലെങ്കിൽ 1ാം ലോകമഹായുദ്ധമേ കഴിഞ്ഞിട്ടുള്ളൂ, 2ാം ലോകമഹായുദ്ധം ഉണ്ടാകും. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാർട്ടി പിടിച്ച് ഒരാളെ ജയിപ്പിക്കാനല്ല, മറിച്ച് 2 പേരെയും ക്രിസ്തീയ സ്നേഹത്തിൽ ജീവിക്കുവാൻ വേണ്ടി നമ്മൾ സഹായിക്കണം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. റിജോയ്സിങ്, കർത്താവിൽ സന്തോഷിക്കുക എന്ന കാര്യവും പരാതി പറച്ചിലും അല്ലെങ്കിൽ ആളുകളോടുള്ള കോപം മനസ്സിൽ വെച്ചുകൊണ്ടും നമുക്ക് കർത്താവിൽ സന്തോഷിക്കാൻ സാധിക്കില്ല. ഇപ്പം എവിടെ പ്രശ്നമുണ്ടായാലും വഴക്കുണ്ടായാലും ഒരാളെക്കുറിച്ച് ഒരു പരാതിയുണ്ട്, അല്ലെങ്കിൽ ആ ആൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് നമുക്ക് വലിയ കോപവും ദേഷ്യവും മനസ്സിലുണ്ട്. ഒരാളോട് അത്തരത്തിലുള്ളൊരു മനോഭാവം വെച്ചുകൊണ്ട് ആർക്കും കർത്താവിൽ സന്തോഷിക്കാൻ കഴിയില്ല.
ഇതുകൊണ്ടാണ് കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളത്, അത് ഒരു പ്രൊട്ടക്ഷനാണ്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ അത് വിടുവിക്കും. ഇനി അടുത്തതായി താൻ പറയുന്നത്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. സൗമ്യമായി പെരുമാറാൻ നമ്മെ കൊണ്ടൊക്കെ സാധിക്കും. വലിയ അഹങ്കാരിയാണ്, മനസ്സിൽ വളരെ അഹങ്കാരമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമുക്കെല്ലാവർക്കും സൗമ്യമായി പെരുമാറാൻ അറിയാം. ഒരു പോലീസ് കേസ് ഉണ്ടായാൽ മതി. പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നാൽ നമ്മളെല്ലാവരും സൗമ്യമായി പെരുമാറുകയുള്ളൂ. അപ്പോൾ സൗമ്യമായി പെരുമാറുക എന്നത് വലിയ വിഷമമുള്ള കാര്യമല്ല. പക്ഷേ ഈ വിഷമമുള്ള കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. എനിക്ക് പുറത്തു പോയി വളരെ സൗമ്യമായി ആൾക്കാരൊക്കെ എന്നെ നോക്കി നല്ല സഹോദരൻ എന്ന് പറയുന്ന നിലയിൽ സൗമ്യമായി പെരുമാറാൻ സാധിക്കും. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളേരുടെ അടുത്ത് എൻ്റെ സൗമ്യത കാണിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പലരും കരുതുന്നത് നമ്മുടെ കുടുംബത്ത് സൗമ്യതയൊന്നും വേണ്ട, ഭയങ്കര സിംഹമായിരിക്കണം എന്നാണ്. പക്ഷെ ഈ വാക്യം അങ്ങനെയല്ല പറയുന്നത്. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. അത് നിങ്ങളുടെ കുടുംബാംഗങ്ങളും അറിയണം, നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരും അറിയണം. നമ്മുടെ സുപ്പീരിയേഴ്സിനോട്, നമ്മൾ ആരുടെ കീഴിൽ ജോലി ചെയ്യുന്നോ അവരോട് സൗമ്യമായി പെരുമാറാൻ നമുക്കെല്ലാം അറിയാം. പക്ഷെ പ്രശ്നം, നമുക്ക് ഓഫീസിൽ ചായ കൊണ്ടുത്തരുന്ന ആളോട്, നമ്മുടെ വീടിന് മുമ്പിൽ സെക്യൂരിറ്റി ആയി നിൽക്കുന്ന ആളോട്, നമ്മുടെ വീട്ടിൽ നമ്മെ സഹായിക്കാൻ വരുന്ന ആളോട്, അവരോട് നമുക്ക് സൗമ്യമായി പെരുമാറാൻ സാധിക്കുമോ? നമ്മളൊരു സൗമ്യനായ വ്യക്തിയാണെന്ന് അയാൾ പറയുമോ? ഇതാണ് വലിയ ടെസ്റ്റ്. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. എനിക്കറിഞ്ഞുകൂടാ ഈ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്ന ഈ പ്രയോഗം ഇതിനു മുമ്പ് പറഞ്ഞ കാര്യത്തോടാണോ ഇതിന് ശേഷം പറയുന്ന കാര്യത്തോടാണോ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഞാൻ വളരെ അതിനെക്കുറിച്ച് ആലോചിച്ചു. നോക്കിയപ്പോൾ ഈ കാര്യം, അതായത് കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു എന്ന കാര്യം ഇതിനു മുമ്പ് പറഞ്ഞ കാര്യത്തിനും ഇതിന് ശേഷം പറയുന്ന കാര്യത്തിനും ആപ്ലിക്കബിളാണ്. ഇതിനു മുമ്പ് പറഞ്ഞ എന്താ? അതിനു മുമ്പ് പറയുന്നത്, നിങ്ങൾ തമ്മിൽ വഴക്കടിക്കരുത്. ഈ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു, എല്ലാവരും സ്വർഗത്തിൽ പോയി കൈയൊക്കെ കൂട്ടി പാട്ട് പാടാൻ പോവുക. അതിന് കർത്താവ് വരുന്നതുകൊണ്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സഭയിൽ വരാത്തവരും വേറൊരു സഭയിൽ പോകുന്ന ആളുകളും പല വ്യത്യാസങ്ങളുമുള്ള ഈ പല സഭകളിലുള്ള രക്ഷിക്കപ്പെട്ടവരായ എല്ലാവരും സ്വർഗത്തിൽ പോകാൻ പോവുക എന്നല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഈ നിസാര കാര്യത്തിന് വേണ്ടി വഴക്ക് പിടിച്ച് സമയം കളയണം? അതാണോ കർത്താവ് വരാൻ അടുത്തിരുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്? ഈ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കി സമയം കളയരുത് എന്ന് പൗലോസ് പറയുകയാണ്. ഇനി അതല്ല, ഇത് കഴിഞ്ഞ പറയുന്ന കാര്യമാണെങ്കിലോ? അപ്പോൾ അതിൻ്റെ അർത്ഥം, കർത്താവ് വരാൻ അടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റീസ്, നിങ്ങളുടെ മുൻഗണനാക്രമം ശരിയായിരിക്കണം. ഏതാണ് പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കി അത് ആദ്യം ചെയ്യണം, അതിന് പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ടാണ് കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, എളുപ്പമാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, അതെങ്ങനെ സാധിക്കും? അതാണ് ബുദ്ധിമുട്ട്. ആ വാക്യത്തിൽ ഏറ്റവും വിഷമമുള്ള വാക്കെന്ന് പറയുന്നത് ഒന്നിനെക്കുറിച്ചും എന്നാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഈ വിചാരപ്പെടുന്നതിനെക്കുറിച്ച് കർത്താവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ കാക്കയെ നോക്കുക, വയലിലെ പൂവിനെ നോക്കുക, അവരൊന്നും വറീഡല്ല. അവരുടെ ഒക്കെ കാര്യം ദൈവം നടത്തുന്നു. അപ്പം ആവശ്യമില്ലാത്തൊരു കാര്യമാണ് വറി ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ വിചാരപ്പെട്ടതുകൊണ്ട് ഒന്നിനും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. വിചാരപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ ആയുസ് കൂട്ടാൻ പറ്റുകയില്ല. ചില സയൻസ്, ഇപ്പോൾ മെഡിക്കൽ സയൻസ് പറയുന്നത് വിചാരപ്പെട്ടാൽ നമുക്ക് വേണമെങ്കിൽ ശകലം ആയുസ് കുറയ്ക്കാവുന്നതാണ്. ഏതായാലും വിചാരപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ആയുസ് കൂടാൻ പോകുന്നില്ല, ആ കാര്യം ഉറപ്പാണ്. അപ്പോൾ വിചാരപ്പെടുക എന്ന് പറയുന്നത് ഒരു പ്രയോജനവുമില്ലാത്ത കാര്യമാണ്. മറ്റൊരു കാര്യം, ഇത് പലരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ വറി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം
നമ്മൾ അഹങ്കാരികളാണെന്നാ. നമ്മളെപ്പോഴാണ് വറീഡാവുന്നത്? നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിക്കാത്തപ്പോൾ, കാര്യങ്ങൾ നടക്കാത്തപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അത് നടന്നാൽ നമുക്ക് അറിയില്ല. അത് നടന്നില്ലെങ്കിൽ അയ്യോ ഇനി എന്തു ചെയ്യും എന്ന് വച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. നമ്മുടെ പ്ലാനിൽ നിന്നും നമ്മുടെ കൺട്രോളിൽ നിന്നും എന്തെങ്കിലും ഒന്ന് മാറിപ്പോയാൽ നമ്മൾ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുമെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ പേരാണ് അഹങ്കാരം. നമ്മുടെ ജീവിതത്തിലുള്ള ഒന്നും നമ്മുടെ കയ്യിലല്ല. നമ്മൾ ജനിച്ചത് മുതൽ ഒരു 4-5 വയസ്സാകുന്നവരെ എന്തൊക്കെ സംഭവിച്ചു നമ്മൾ ഓർക്കുന്നു പോലുമില്ല. ആ സമയത്താണ് നമ്മുടെ ജീവന് പല അപകടങ്ങളും ഉണ്ടായിരുന്നത്. അതൊന്നും നമ്മുടെ പ്ലാനിങ് കൊണ്ടോ നമ്മൾ കെയർഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ ഒന്നുമല്ല. ദൈവമാണ് നമ്മളെ വളർത്തിയത്. ദൈവമാണ് നമ്മളെ വളർന്ന് വലുതാകുവാനും വിദ്യാഭ്യാസം ലഭിക്കാനും ഒരു ജോലി ലഭിക്കാനും ഒക്കെ ഇടയായത്. അപ്പോൾ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ദൈവത്തോട് പറയും, ഇതുവരെ സഹായിച്ചത് നന്ദി, ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതിൻ്റെ പേരല്ലേ അഹങ്കാരം. അപ്പോൾ ഈ അഹങ്കാരത്തിൽ നിന്നാണ് ഈ വറി ഉണ്ടാകുന്നത്. ഇനി അടുത്തതായിട്ട് താൻ പറയുന്നു, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുക. പ്രേ ഫോർ യുവർ നീഡ്സ്. ഈ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് അറിയാം എന്നും ദൈവവചനം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തെളിയിക്കുന്നത്, ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ശ്രമിക്കുന്നത് കൊണ്ടോ, ഞാൻ പ്ലാൻ ചെയ്യുന്നത് കൊണ്ടോ, ഞാൻ പരിശ്രമിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല കാര്യം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവിടുന്ന് എന്നെ സഹായിക്കുന്നു. നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയം വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥനയാണ് ഏറ്റവും മുഖ്യം. നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനേ സമയമുള്ളെങ്കിൽ നമ്മൾ നമ്മുടെ ജഡത്തിലാണ് ആശ്രയിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നാം നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് സ്തോത്രത്തോടുകൂടെ, നന്ദിയുള്ള ഹൃദയത്തോടുകൂടി നമുക്ക് ദൈവത്തെ അറിയിക്കാം. അങ്ങനെ ചെയ്താൽ എന്താ പറയുന്നത്, ദൈവസമാധാനം, സകല ബുദ്ധി എന്ന് പറഞ്ഞാൽ മനുഷ്യന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ദൈവസമാധാനം. ഈ ദൈവസമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? എന്നെങ്കിലും ദൈവത്തിന് സമാധാനം ഇല്ലാതായിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ദൈവം എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് വറീഡായിട്ടുണ്ടോ? ദൈവം എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അയ്യോ അതെന്തായിത്തീരും എന്ന് പേടിച്ചിട്ടുണ്ടോ? അതാണ് ദൈവത്തിൻ്റെ സമാധാനം. ദൈവം ഇറ്റേണലി പീസ്ഫുൾ. ദൈവത്തിന് ഒരിക്കലും ഒരു സമാധാനക്കേട് ഉണ്ടായിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം അവൻ ദൈവമാണ്, തനിക്കെല്ലാം അറിയാം, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ അറിവോ സമ്മതമോ കൂടാതെ ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിൽ ഒരിടത്തും നടക്കുന്നില്ല. അപ്പോൾ ദൈവത്തിന് പൂർണ്ണ ആ സമാധാനം നമുക്ക് തരുമെന്നാണ് പറയുന്നത്. ആ സമാധാനം കൊണ്ടുള്ള ഗുണം എന്താ? അത് നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ, ഹൃദയമാണ് നമ്മുടെ വികാരങ്ങളുടെ ഇരിപ്പിടമെന്നാണ്. അപ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഇമോഷൻസ് കാമാവണം. ഇമോഷണലി എക്സൈറ്റഡ് ആയാൽ നമുക്ക് സമാധാനം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമുക്ക് പ്രശ്നമുണ്ട് എന്നുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചാലും വലിയ പ്രശ്നം, ഇതിനൊരു സൊല്യൂഷൻ ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ, ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ബോത്ത് നമ്മുടെ ഇമോഷൻ, നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ ബുദ്ധിയെയും ദൈവം സൂക്ഷിച്ചോളും, സമാധാനത്തിൽ സൂക്ഷിക്കും, ക്രിസ്തുയേശുവിൽ കാക്കും. എന്തൊരവസ്ഥയാണത്! അതാണ് സമാധാനം. ഇതാണ് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത്. ഇതുപോലെ ഒരു സമാധാനം ലോകത്തിൽ കിട്ടുകയില്ല. ലോകത്തിൽ അത് അവൈലബിൾ അല്ല. ദൈവത്തിന് മാത്രം തരാൻ കഴിയുന്ന സമാധാനം, അത് ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കും. അതാണ്
നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ സമാധാനത്തോടെ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.